ഇവനാണ് ആ ബസ് ഡ്രൈവർ. ഇവന്റെ കൂടെയാണ് മേഘ ഒളിച്ചോടിയിട്ടുള്ളത്. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? മാമാ സുനി. അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുള്ള സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും. എന്നിട്ട് അവരൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോ അവരുടെ പുറകെ പോക്കോളൂ. ഇവൻ അത്യാവശ്യം ഫ്രോഡ് പരിപാടിയൊക്കെ ഉള്ളവനെന്നൊക്കെയാണ് അറിയുന്നത്. നല്ലൊരു കണ്ണാപ്പിയുടെ കൂടാണ് പോയതെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ അതുമാത്രമല്ല, അവൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരുത്തനാണെന്നും അറിയാൻ സാധിച്ചു. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്നാ? കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. ഇവള് കാണിച്ചത് പക്ക തിരുത്തരം, പക്ക ഫ്രോഡ് പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചത്. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? ഇവിടെ നാട്ടിൽ നിയമമുണ്ട്, ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ലീഗലി അത് പിരിഞ്ഞ് മാറാനുള്ളതിന് ആ പാവപ്പെട്ടവന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് പോയ ഇവളെയൊക്കെ ശരിക്കും മനുഷ്യരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും സുഹൃത്തുക്കളെ. കുടിപ്പിച്ച് കടത്തിയപ്പോൾ ചതിക്കാനായിരുന്നു അറിഞ്ഞില്ല. എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? എന്തിനാണ് ഈ ദുഷ്ടത്തിൽ നീ എന്നോട് കാണിച്ചത്? അവൾക്ക് വേറെ അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഉറപ്പായിട്ട് നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം പോകാമായിരുന്നു. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തൊട്ടിപ്പരിപാടി കാണിക്കാൻ പാടില്ല. എല്ലാവരെയും വെറുപ്പിച്ചും വേദനിപ്പിച്ചും പറഞ്ഞയച്ചപ്പോ സമാധാനം. പോലീസ് സ്റ്റേഷനിൽ അവൾ പറഞ്ഞ മൊഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേറെ അഫെയർ പെണ്ണുങ്ങളായിട്ടുള്ളത് കൊണ്ടാണ് അവൾ പോയതെന്നാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ അവന് വേറെ അഫെയർ ഉണ്ടായി കഴിഞ്ഞാൽ ഇവള് പോകുന്നത് അതെനിക്ക് യോജിപ്പില്ല. അനാവശ്യമായ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ മേഘ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അതായത് ഇവൻ ഗേ ആണെന്ന് വരുത്തി തീർക്കാനും അതുപോലെ തന്നെ ഇവൻ വേറെ കാര്യങ്ങളിലൊന്നും അത്ര ഗൗനിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാനെന്നൊരു സൈഡ് പറയുന്നുണ്ട്. ഇങ്ങനെ വരുത്തി തീർത്ത് അവൻ ഫ്രോഡാണെന്നും അല്ലെങ്കിൽ അവൻ മോശക്കാരനാണെന്നും നീ വരുത്തി തീർത്ത് പൊതുസമൂഹത്തിലേക്ക് അവനെ പറ്റിയിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള സാധനം പറഞ്ഞു വരുത്തിയിട്ടാണ് നീ ഈ പോകുന്നതെങ്കിൽ വളരെ തൊട്ടിത്തനം എന്ന് പറയേണ്ടി വരും. എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി.